ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2009 ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ലാസ്റ്റ് ഹൗസ് ഓൺ ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. തന്റെ ഫാമിലിയായിട്ട് കാടിനുള്ളിലേക്ക് പോകുന്ന ഹീറോയിനും അവളുടെ കുടുംബവും അവിടെ വെച്ചിട്ട് കുറച്ച് ക്രിമിനൽസ് ഇവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അതേപോലെ തന്നെ അവരിൽ നിന്ന് എങ്ങനെ ഇവർ രക്ഷപ്പെടുന്നു എന്ന് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ ത്രില്ലടിപ്പിച്ച് സ്റ്റോറി പറയുന്നൊരു മൂവി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യം മുതൽ അവസാനം വരെയും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ ഒരു ലൈക്കും, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ വളരെ ക്രിമിനൽ ആയിട്ടുള്ള ഒരുത്തനെ, അതും അവന്റെ പേര് ക്രൂഗ് എന്നാണ്. അവനിപ്പോ 2 പോലീസുകാർ ജയിലിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഒരു റെയിൽവേ ഗേറ്റിന്റെ മുന്നിലായിട്ട് ഈ പോലീസുകാർ വണ്ടി നിർത്തും. ട്രെയിൻ അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് മറ്റൊരു വശത്തു നിന്നും വേറൊരു കാർ നല്ല വേഗതയിൽ വന്ന് ഇതിലേക്ക് ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ക്രൂഗ് എന്ന് പറഞ്ഞാൽ അവനെ രക്ഷിക്കാൻ വേണ്ടി വന്ന അവന്റെ സുഹൃത്തുക്കളാണ്. അതുപോലെ ഈ 2 പോലീസുകാരും ആക്സിഡന്റിൽ പരിക്ക് പറ്റി കിടക്കുന്നതും അതിലൊരാളെ ഇവർ കൊടൂരായിട്ട് കൊല്ലുന്നുണ്ട്. അതിൽ മറ്റൊരു പോലീസുകാരനെ ക്രൂഗിന്റെ ഗേൾ ഫ്രണ്ട് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ആ വണ്ടിയിലുണ്ടായിരുന്ന പണവും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം എടുത്ത് ആ പോലീസുകാരന്റെ മകളുടെ ഫോട്ടോയും അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം എടുത്ത് അവർ രക്ഷപ്പെട്ട് പോവാണ്. അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുന്നത് 17 വയസ്സുകാരിയായിട്ടുള്ള മാരിയാണ്. അവളിപ്പോ സ്വിമ്മിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു പൂളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. കാരണം മാരിക്ക് ഈ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമാണ്, അവളുടെ ഒരു പാഷനാണത്. അതുപോലെ അതിന്റെ സപ്പോർട്ടായിട്ടോ അവളുടെ അമ്മ എമയും ഉണ്ട്. അങ്ങനെ മാരിയുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കാറിൽ പോകുമ്പോൾ എം അവളോട് പറയുന്നുണ്ട്, ഇനി കുറച്ച് നാളത്തേക്ക് നിന്റെ ഷെഡ്യൂൾ ഒന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ, ഇല്ല എനിക്ക് പ്രാക്ടീസ് നിർത്താൻ കഴിയത്തില്ല. എന്തു പറ്റി? ഇല്ല, നമ്മളെല്ലാവരും ഒരു വെക്കേഷന് പോകാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് മേരിയും അവളുടെ അമ്മ എമയും നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ മേരിയുടെ അച്ഛനെ വിളിക്കാൻ വേണ്ടി, കാരണം അയാളൊരു ഡോക്ടറാണ്. അപ്പൊ അവന്റെ പേര് ജോൺ. ഇപ്പൊ അവര് രണ്ടുപേരും ജോണിനെ വിളിച്ചിട്ട് നേരെ അവരുടെ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി ഒരു കാടിനുള്ളിലേക്ക് പോകുന്നു. കാരണം ഇതിനകത്തൊരു വീടുണ്ട്, അവിടെയാണ് ഇവരുടെ വെക്കേഷൻ ആഘോഷിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ കുടുംബം ആ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവരുടെ ബാഗും കാര്യങ്ങളെല്ലാം മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മാരി റൂമിൽ നിന്ന് ഒരു ലോക്കറ്റും അതേപോലെ തന്നെ കുറച്ച് ഫോട്ടോസും കാണുന്നത്. അത് വേറെ ആരുമല്ല, മേരിയുടെ സഹോദരനാണ്. അവനിപ്പോ ഇവരോടൊപ്പം ഇല്ല. കാരണം 1 വർഷം മുന്നേ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് ഇവർ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇതിനടുത്തായിട്ട് തന്നെ ഒരു ലേക്ക് ഉണ്ട്. അതിൽ വീണ് മേരിയുടെ സഹോദരൻ മരണപ്പെടുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാരി ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കുറെ നേരം കുളിച്ച് അങ്ങനെ ബാത്റൂമിലേക്ക് പോയിട്ട് ഫ്രഷ് ആയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് അവള് നേരെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള പേജിനെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഏമോ ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. പക്ഷെ ജോൺ ആണെങ്കിലോ ചിരിച്ചുകൊണ്ട് അവൾ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാറിന്റെ കീ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവൾക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ ഈ കാടിനകത്തായതുകൊണ്ടാണ് ഇവരിങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് പണവും നമ്മുടെ മേരിയുടെ കയ്യിൽ കൊടുത്തു വിടാണ്. അങ്ങനെ മേരി കാറും കൊണ്ട് നേരെ ടൗണിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു ഷോപ്പുണ്ട്. അവിടുത്തെ ക്യാഷ്യറായിട്ടാണ് പേജ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ട് ഒരുപാട് നേരം സംസാരിച്ച് അവരുടെ വിശേഷമെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്താണ് ഷോപ്പിനകത്തേക്ക് ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ കയറി വരുന്നത്. അവനാണെങ്കിൽ കുറച്ച് സിഗരറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പേജ് അവനോട് ഐഡി ചോദിക്കും. കാരണം പ്രായമാവാതെ ഒരിക്കലും ഇതൊന്നും കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ അവന് ഏജ് കുറവാണ്. അപ്പൊ അവൻ പറയുന്നുണ്ട്, ഇല്ല നിങ്ങൾ സിഗരറ്റ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം കാണിച്ചിരാന്ന് പറയുമ്പോൾ ആദ്യം പേജ് അതിന് സമ്മതിക്കില്ലെങ്കിലും അവസാനം അവന് സിഗരറ്റ് പാക്കറ്റ് കൊടുക്കാണ്. അപ്പൊ അവൻ പണം എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കാൻ വരുമ്പോൾ അതിലൊരു പണത്തിൽ രക്തം പറ്റിയിട്ടുണ്ട്. അത് പെട്ടെന്ന് അവ ഒളിപ്പിച്ചങ്ങ് വയ്ക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റിൻ, മേരി അതേപോലെ തന്നെ പേജ്, ജസ്റ്റിൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ പേജിന് അറിയാം. ഇപ്പൊ ഇവര് 3 പേര് തിരിച്ച് പേജിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ മേരി കാറിൽ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവര് 2 പേര് റൂമിനകത്തേക്ക് കയറി പോകുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് 2 പേര് ഇറങ്ങി വരാത്തത് കൊണ്ട് തന്നെ മേരി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് ഇവര് 2 പേരും കൂടി ആ ഒരു സിഗരറ്റ് വലിക്കാണ്. അപ്പോഴേക്കും നമ്മുടെ മേരി പറയും, ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പേജ് പറയും, ഇല്ല ഒന്ന് വലിച്ചിട്ട് പോകാൻ പറയുമ്പോൾ അവൾ ആദ്യം സമ്മതിക്കത്തില്ല. അപ്പൊ ഇവര് പറയും, ഇത് കുറച്ച് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വലിക്കാൻ കൊടുക്കുന്നത് അവള് വലിക്കാനായിട്ട് വരുമ്പോ ഏമ ഉണ്ടല്ലോ, ഏമ ഇപ്പൊ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്. മേരി ഇരുട്ടുന്നതിന് മുന്നേ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറയുന്നത്. മാരി ഇപ്പോ എമ്മയുടെ കള്ളം പറയും, ഇല്ലമ്മ ഇന്ന് രാത്രി ഞാൻ പേജിനോടൊപ്പം കഴിയാണെന്ന് പറഞ്ഞിട്ട് ഇവര് 3 പേരും ആ ദിവസം ഇവിടെ തന്നെ കഴിയാണ്. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കാണ് ഡോർ തുറന്ന് കുറച്ചു പേര് അകത്തേക്ക് വരുന്നു. അത് വേറെ ആരുമല്ല, ക്രൂഗ് എന്ന് പറഞ്ഞ അവനും അതേപോലെ തന്നെ സഡി എന്ന് പറഞ്ഞിട്ട് അവന്റെ ഗേൾ ഫ്രണ്ട്, പിന്നെ ഫ്രാൻസിസ്. അപ്പൊ ക്രൂഗ് ആരാണെന്ന് വെച്ചാൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ അവന്റെ അച്ഛനാണ്. ഇതുകൂടി ആവുന്നതും ക്രൂഗിന് നല്ല ദേഷ്യം വന്നിട്ട് അവൻ പതിയെ ജസ്റ്റിന്റെ അടുത്തേക്ക് ചെന്ന് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പേടിച്ചു പറയും, ഇതെന്റെ ഫ്രണ്ട്സ് ആണ് മാരി, പേജ് എന്നിങ്ങനെ പറയുന്നതും ക്രൂഗ് അവന്റെ വയറിലേക്ക് ഒരു ഒറ്റയിടി എന്നിട്ടാണ് പറയുന്നത്, നിനക്കറിയത്തില്ലേ ഞങ്ങളെ 3 പേരെ പോലീസ് അന്വേഷിക്കാനതേ പത്രത്തിൽ വരെ ഫോട്ടോ വന്നിട്ടുണ്ട്, എന്നിട്ടാണോ അറിയാത്ത ആളുകളെ വീടിനകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും മാരി പറയും, ഇല്ലെങ്കിൽ ഞങ്ങൾ ആരോടും പറയത്തില്ല, ഇത് സത്യമാണെന്ന് പറയുമ്പോൾ ക്രൂഗ് പറയും, സോറി ഞങ്ങളെ കൊണ്ട് അത് കഴിയത്തില്ല, നിങ്ങൾ ആൾറെഡി തന്നെ ഞങ്ങളുടെ മുഖം കണ്ടു, അതുകൊണ്ട് റിസ്ക് എടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഇവരങ്ങനെ നിൽക്കുന്നത് പേജിന് കാര്യം മനസ്സിലായി. അവളിപ്പോ പെട്ടെന്ന് പേടിച്ച് ബാത്റൂമിലേക്ക് ഓടിക്കയറിയിട്ട് വെളിയിലുള്ള ആരെങ്കിലും ഇങ്ങനെ വിളിക്കുകയാണ്. പക്ഷെ ആരും കേൾക്കുന്നില്ല. അപ്പോഴേക്കും ഫ്രാൻസിസ് ഓടി അകത്തേക്ക് കയറിയിട്ട് അവളെ പിടിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പേജിനെ മാരിനെയും ഇവര് കാറിൽ കൊണ്ടുപോവാണ് വേറെ ഏതൊരു സ്ഥലത്തേക്ക്. അതുപോലെ ഇവരെ കൊണ്ട് പോകുമ്പോഴത്തേക്കും ജസ്റ്റിൻ ആണെങ്കിലും ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവന്റെ അവസ്ഥ അങ്ങനെയായി പോയി. അതുമല്ല ഫ്രാൻസിസ് അല്ലേ
അവനാണെങ്കിൽ പേജിനടുത്തേ ഇരുന്നിട്ട് അവളോട് മോശമായിട്ടുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് എതിർവശത്തുകൂടി ഒരു പോലീസ് വണ്ടി ഇവരെ പാസ് ചെയ്തിങ്ങനെ പോകുന്നു. ഇത് കാണുന്ന പേജ് രക്ഷപ്പെടാൻ വേണ്ടി വെളിയിലേക്ക് നോക്കി അലറി വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഫ്രാൻസിസ് ഉണ്ടല്ലോ അവനൊരു കത്തി കാണിച്ചിട്ട് അവളോട് മിണ്ടാതിരിക്കാൻ പറയും. അങ്ങനെ കുറെ ദൂരം പോയതിനു ശേഷം ഇപ്പോൾ റോഡിൽ നിന്നും കാറ് പെട്ടെന്ന് അടുത്തുള്ള കാടിനകത്തേക്ക് പോവാണ്. അങ്ങനെ ഈ വഴി പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ മേരിക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അവളുടെ അച്ഛനും അമ്മയും അവർ താമസിക്കുന്ന അവരുടെ വീടുണ്ടല്ലോ ഈ കാടിനകത്തുള്ള ആ വീടിനടുത്തുള്ള ഒരു വഴിയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ മേരി പേജിനോട് അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും ഇവർ രണ്ടുപേരും കാറിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അതിനകത്ത് കിടന്ന് പിടിയും വലിയായിട്ട് അവസാനം നിയന്ത്രണം വിട്ട് കാർ നേരെ ഒരു മരത്തിലേക്ക് കൊണ്ടുവന്നൊരു ഒറ്റയിടി. പക്ഷെ ആർക്കും വലിയ രീതിയിൽ പരിക്കൊന്നുമില്ല. ഫ്രാൻസിസിന്റെ മൂക്ക് പൊട്ടിപ്പോയി. ക്രൂഗിനും അതേപോലെ തന്നെ അവന്റെ ഗേൾ ഫ്രണ്ട് സഡി അവൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കാറിൽ നിന്ന് എല്ലാവരും താഴേക്ക് വീണിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേജ് ഉണ്ടല്ലോ അവളെ പേടിച്ച് കാടിനകത്തേക്ക് ഒരു ഒറ്റ ഓട്ടം. അത് നല്ല വേഗതയിൽ ഓടാണ്. ഫ്രാൻസിസും സഡിയും അവളെ പിടിക്കാൻ വേണ്ടി അവളുടെ പിറകെ പോകുന്നു. ഇവിടെ ക്രൂഗ് ആണെങ്കിലോ മാരിനെ പിടിച്ചങ്ങ് വെച്ചേക്കും. അങ്ങനെ സഡി അവളുടെ പിറകെ തന്നെ വന്നിട്ട് പേജിനെ പിടിക്കുമ്പോഴത്തേക്ക് അവൾ വീണ്ടും അവളെ തള്ളിയിട്ട് പിന്നെ മുന്നിലേക്ക് ഓടാണ്. പക്ഷെ അവൾക്ക് അധികം നേരം ഓടാൻ കഴിയത്തില്ല. ഫ്രാൻസിസും സഡിയും കൂടി ചേർന്നിട്ട് അവളെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്ന് അവളെ നല്ലതുപോലെ അടിക്കുന്നുണ്ട്. ജസ്റ്റിൻ ആണെങ്കിലോ ഇതെല്ലാം കണ്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഫ്രാൻസിസ് പേജിന്റെ കഴുത്തിൽ പിടിച്ചങ്ങനെ ഇരിക്കുന്നതും അവൾക്ക് അധികം നേരം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല. രക്തം ഛർദ്ദിച്ച് അവൾ നേരെ മാരിയുടെ മടിയിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ കിടന്ന് അവൾ അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് മാരി ഒന്നും മിണ്ടാതെ അവൾക്ക് കരയാൻ പോലും കഴിയുന്നില്ല. ആ അവസ്ഥയിൽ അവളിങ്ങനെ നിൽക്കാണ്. അതുമല്ല മാരിയെ അവിടെ വെച്ചിട്ട് ക്രൂഗ് ഉണ്ടല്ലോ അവൻ അവളെ റേപ്പ് ചെയ്യുകയും കൂടി ചെയ്യുന്നു. ഇത് കാരണം മാരിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ അവൾ അങ്ങനെ തന്നെ കിടക്കാണ്. അതുപോലെ കയ്യിലാണെങ്കിൽ ഒരു കല്ലും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ നിന്ന് ക്രൂഗിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയടി. അത് കഴിഞ്ഞവള് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ ഓടി വന്നിട്ട് താഴെ ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അതുപോലെ അവൾക്കാണെങ്കിൽ നല്ലതുപോലെ നീന്താൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ നല്ല വേഗതയിൽ നീന്താണ്. ഇവരാണെങ്കിൽ കരയിൽ നിന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ക്രൂഗ് തോക്കെടുത്ത് മാരിയുടെ മുതുകിലേക്ക് ഷൂട്ട് ചെയ്യും. പക്ഷെ ബുള്ളറ്റ് കൊണ്ടിട്ട് അവളെ നിർത്തുന്നില്ല. പിന്നെ നീന്താണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് അധിക ദൂരം എന്തായാലും അവളെ കൊണ്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മാരി വെള്ളത്തിൽ അങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഇവർ പറയും അവൾ എന്തായാലും മരിച്ചു, നമുക്കിനി പോവാന്ന് പറഞ്ഞിട്ട് ഇവർ 4 പേരും അവിടെ നിന്ന് നടന്നു പോവാണ്. പോകുന്ന സമയത്ത് നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അധിക നേരം മഴയിൽ നിൽക്കാൻ കഴിയത്തില്ല. അടുത്തുള്ള ഏതെങ്കിലും വീട്ടിലേക്ക് ചെന്നേ മതിയാവും. ഇവിടെ മാരി ആണെങ്കിലോ വെള്ളത്തിൽ അങ്ങനെ തന്നെ പൊങ്ങിക്കിടക്കുന്നു. അവൾക്ക് എന്ത് സംഭവിച്ചെന്നും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവർ 4 പേരും ഈ മഴയത്ത് ഓടിക്കയറുന്ന വീട് ഏതാണെന്നറിയോ? മാരിയുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന ആ ഒരു ഗസ്റ്റ് ഹൗസ്. അങ്ങനെ 4 പേരും അവിടേക്ക് വന്ന് ഡോറിൽ തട്ടുമ്പോൾ എമയും ജോണും വന്ന് ഡോർ തുറക്കുന്നു. അപ്പോൾ ക്രൂഗ് ഇവരോട് പറയും സാർ ഞങ്ങളുടെ കാർ ആക്സിഡന്റ് ആയി, എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറയുന്നതും ഇവരെല്ലാവരും അകത്തേക്ക് കയറ്റും. ജസ്റ്റിൻ ആണെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുന്നു. ജോൺ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് ഉണ്ടല്ലോ അവന്റെ മുറിവിലെല്ലാം മരുന്നെല്ലാം വെച്ച് കെട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട് എമ പറയും ശരി ഈ രാത്രിയിൽ നിങ്ങൾക്ക് എന്തായാലും എവിടേക്ക് പോകാൻ കഴിയത്തില്ല, നല്ല മഴയും പെയ്യുന്നുണ്ട്, ഇന്ന് രാത്രി ഇവിടെ തന്നെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പോയിക്കോ എന്ന് പറയുന്നതും ഇവർക്കും അത് നല്ല കാര്യമായി. ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്താണ് ഇനിയിപ്പോ എമേനെയും ജോണിനെയും ഇവരെന്തെങ്കിലും ചെയ്യോ അറിയത്തില്ല. അപ്പോഴേക്കാണ് നമ്മുടെ ജസ്റ്റിൻ എഴുന്നേറ്റ് റൂമിനടുത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിലുള്ള ഫോട്ടോസ് കാണുന്നത്. അതിൽ നമ്മുടെ മാരിയുടെ ഫോട്ടോ കാണുന്നതും അവനിപ്പോ ഇത് കണ്ട് നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. പക്ഷെ ഈ കാര്യം ഒരിക്കലും അവന്റെ അച്ഛനോട് പറയത്തില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ അവർ ഇവരെയും കൊല്ലും. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ അത് കഴിഞ്ഞ് ബാത്റൂമിലേക്ക് പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയാണ്. പക്ഷെ ഈ കാര്യം അവരോട് എങ്ങനെയെങ്കിലും പറഞ്ഞേ മതിയാവൂ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ മാരിയുടെ ലോക്കറ്റ് ഉണ്ടല്ലോ അത് അവന്റെ കയ്യിലുണ്ടായിരുന്നു. അതെടുത്ത് ഇവർക്ക് കോഫിയെല്ലാം കുടിക്കാൻ കൊടുക്കും. ആ ഒരു കോഫി കപ്പിനടുത്ത് വെക്കും. കാരണം അവരെ ആ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവൻ ഇപ്പൊ ഈ ചെയ്യുന്നത് മണ്ടത്തിലാണെന്നേ കാണുന്നത് നമുക്ക് തോന്നുന്നുള്ളൂ. കാരണം ക്രൂഗ് ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാലേ എന്തായാലും എമേനെയും ജോണിനെയും കൊല്ലാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർക്ക് 3 പേർക്ക് കിടക്കാനായിട്ടുള്ള ആ ഒരു റൂം ഉണ്ടല്ലോ അത് എമ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 പേര് ആ റൂമിലേക്ക് ചെന്ന് അവർ കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെയാണ് ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ ആഹാ നമ്മുടെ മാരി ഉണ്ടല്ലോ അവൾക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അവൾ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട്. അവൾ ആ ഒരു ലേക്കിലൂടെ നീന്തി ഈ വീടിനടുത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവർ 4 പേര് ഉറങ്ങാനായിട്ട് കിടക്കുന്നതും ഇവിടെ നമ്മുടെ എമയും ജോണും വീട്ടിൽ നിൽക്കുമ്പോൾ വെളിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. 2 പേരും ടോർച്ചും എടുത്ത് വെളിയിലേക്ക് വന്ന് അവിടെ എല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവരുടെ വീടിന് വെളിയിലായിട്ട് നമ്മുടെ മാരി ഉണ്ടല്ലോ അവള് ബോധമില്ലാതെ കിടക്കാണ്. ഓടി വന്നിട്ട് 2 പേരും അവളെ പിടിച്ച് അവളുടെ ദേഹമെല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കും നല്ല മുറിവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവളുടെ മുതുകത്ത് ബുള്ളറ്റ് എല്ലാം കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവൾ ശ്വസിക്കുന്നുണ്ട്. ഇത് കാരണം നമ്മുടെ ഏമ ഓടി കിച്ചണിലേക്ക് വന്നിട്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്താണ് ആ കപ്പിനടുത്തായിട്ട് അവളുടെ ലോക്കറ്റ് കിടക്കുന്നത് കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അവൾക്ക് എന്തോ ഒരു കാര്യം മനസ്സിലായി. എന്താന്ന് വെച്ചാല് ഇവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരാള് ജസ്റ്റിൻ മാത്രമാണ്. അപ്പൊ അവനായിരിക്കണം ഈ ലോക്കറ്റ് ഇവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മേരിയും അതേപോലെ തന്നെ ഇവരും തമ്മിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി എമ നേരെ ജോണിന്റെ അടുത്തേക്ക് വന്ന് ഈ കാര്യം പറയും. അപ്പൊ എമ പറയുന്നുണ്ട് നമ്മൾ സഹായിച്ചത് നമ്മുടെ മകളെ കൊല്ലാൻ ശ്രമിച്ച അതേ ആളുകളെ തന്നെയാണ്. അതങ്ങനെ മാരിയെ ജോൺ നല്ലതുപോലെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് മാരിയെ
അവര് റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതുകൂടിയാവുന്നത് രണ്ടുപേർക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പോഴേക്കും എമ്മ പറയും, ഇവന്മാരെ ഒരു കാരണവശാലും വെറുതെ വിട്ടുകൂടാ, നമ്മുടെ മകളെ ഉപദ്രവിച്ചിട്ട് അവർ ഈ വീട് വിട്ട് പോയിക്കൂടാന്ന് പറയുമ്പോൾ ജോൺ പറയും, അതൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ അതിനു മുന്നേ മാരിയെ നമുക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ മാരിയെ എവിടെയെങ്കിലും ഒളിപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ രണ്ടുപേരും ചെയ്യുന്നു. അതുപോലെ ഒരു ഗ്യാരേജിന്റെ താക്കോലുണ്ട്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടുപേരും രണ്ടു വശങ്ങളിലായിട്ട് പോയി ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ എമ്മ കിച്ചണിൽ നിന്നിങ്ങനെ അന്വേഷിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഫ്രാൻസിസ് വരും. എമ്മയാണെങ്കിൽ പെട്ടെന്ന് പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ പറയും, ഇല്ല എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എന്തെങ്കിലും ഡ്രിങ്ക് ഉണ്ടോ കഴിക്കാനായിട്ട് എന്നിങ്ങനെ ചോദിക്കും. പക്ഷെ ഇപ്പോഴും അവൻ അറിയത്തില്ല മേരിയുടെ പേരൻസ് ആണ് ഇവരെന്ന്. ഇപ്പൊ ആ ഒരു ഫ്രിഡ്ജിനടുത്തുള്ള മാരിയുടെ ഫോട്ടോ ഉണ്ടല്ലോ, അത് ഇവൻ കാണോ ഇല്ലേ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് അവളുടെ ഫോട്ടോ കാണാതിരിക്കാൻ വേണ്ടി എമ്മ എന്താ ചെയ്യുന്ന വെച്ചാൽ അവനോട് കുറച്ചു നേരം സംസാരിച്ചിട്ട്, ഓക്കെ ഡ്രിങ്ക് ഫ്രിഡ്ജിലിരിക്കുകയാണ്, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജിനടുത്തേക്ക് ചെന്ന് മാരിയുടെ ഫോട്ടോ ഉണ്ടല്ലോ അത് അവിടെ നിന്നങ്ങ് മാറ്റും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഫ്രിഡ്ജിൽ നിന്നും മദ്യം എടുത്ത് തിരിച്ച് ഫ്രാൻസിസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവന് കൊടുക്കുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ റൂമിൽ ജസ്റ്റിനെ കാണിക്കുമ്പോൾ ജസ്റ്റിൻ ഇപ്പോൾ പതിയെ അവന്റെ അച്ഛന്റെ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് അവന്റെ അച്ഛന്റെ തോക്കുണ്ട്, അത് അവൻ കാണാതെ പതിയെ എടുത്ത് കയ്യിൽ വെക്കും. അങ്ങനെ ഏമ്മ അവനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവസാനം അവൻ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അത് നേരെ ഹാളിലേക്ക്. അവിടെ വരുമ്പോഴത്തേക്കും ആഹാ കാണിക്കുമ്പോൾ വേറെ ഒന്നല്ല, നമ്മുടെ മാരി അവിടെ കിടക്കുന്നത് അവൻ കാണും. മാരി ആണെങ്കിലോ ഫ്രാൻസിസിനെ കണ്ട് പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങുന്നതും അപ്പോഴേക്കാണ് പുറകെ വന്ന ഏമ്മ ആ ഒരു മദ്യ കുപ്പി വെച്ചിട്ട് ഫ്രാൻസിസിന്റെ തലയിലേക്ക് ഒരു ഒറ്റയാടി. എന്നിട്ട് അവൾ നേരെ കിച്ചണിലേക്ക് ഓടി പോകുന്നതും ഫ്രാൻസിസ് അവളുടെ പിറകെ തന്നെ പോവാണ്. അപ്പൊ ഏമ്മ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കത്തി എടുത്ത് അങ്ങനെ പിടിക്കുന്നതും ഫ്രാൻസിസ് ഓടി വന്ന് ആ കത്തിയിലേക്കും കയറും. അവന്റെ നെഞ്ചിലേക്ക് അത് തറച്ചു കയറിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവൻ സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ ആ കത്തി വലിച്ചു വരുന്നതും ഏമ്മ ഇപ്പൊ അടുത്ത റൂമിലേക്ക് ഓടി പോകുമ്പോൾ അവൻ കത്തിയും കൊണ്ട് അവളുടെ പിറകെ തന്നെ പോകും. എന്നിട്ട് അവളെ ഇടിച്ച് ടേബിളിന് മുകളിലേക്ക് ഇട്ടിട്ട് നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു ഒരുപാട് തെറിയെല്ലാം പറഞ്ഞിട്ട് അവളെ കത്തി കൊണ്ട് കുത്താനായിട്ട് വരുന്നതും അവൾ ഒഴിഞ്ഞു മാറി അവനെ ചവിട്ടി താഴെക്കിടും. എന്നിട്ട് അവിടെ നിന്ന് മുട്ടിലിഴഞ്ഞ് അടുത്ത മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോൺ അവിടെ ഒരു ചുറ്റിയിലായിട്ട് നിൽക്കുന്നു. എന്നിട്ട് അവളുടെ കൈ പിടിച്ച് രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുന്നതും ഫ്രാൻസിസ് അവിടെ നിന്നും കത്തിയും കൊണ്ട് ഓടി ഇങ്ങനെ വരികയാണ്. ജോൺ ആണെങ്കിലോ ചുറ്റിയല കൊണ്ട് ഒരു ഒറ്റയാടി ആടിക്കൊണ്ട് അവൻ താഴെ വീണിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യും. പക്ഷെ ഫ്രാൻസിസിന് അധികം നേരം പിടിച്ചെടുക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി അവനിപ്പോ ജനാല വഴി ക്രൂ ഉണ്ടല്ലോ അവനെ വിളിക്കുകയാണ്. പക്ഷെ കേൾക്കത്തില്ല, കാരണം അവർ താമസിക്കുന്ന ആ ഒരു വീട് കുറച്ച് ദൂരെയായിട്ടാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് അവസാനം ഈ പാത്രം കഴുകുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് അവനെ കൊണ്ടുവന്നിട്ട് ഏമ്മ അവന്റെ തല പിടിച്ച് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കി വെക്കും. അപ്പൊ അവൻ എഴുന്നേൽക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ജോണും അടുത്തേക്ക് വന്ന് രണ്ടുപേരും അവന്റെ തല പിടിച്ചിങ്ങനെ താഴേക്ക് മുക്കുകയാണ്. അതുപോലെ ഇതിനടിയിലാണെങ്കിൽ ഒരു മെഷീൻ ഉണ്ട്, അതിനുള്ളിലേക്ക് ഇവന്റെ കൈ എടുത്തിട്ട് സ്വിച്ച് അങ്ങ് ഓണായി കൊടുക്കുക. അവന്റെ കൈയും അതിനകത്ത് കിടന്ന് ചതഞ്ഞരയുന്നു. എന്നിട്ട് ഇവൻ എഴുന്നേറ്റ് വരുന്നതും ജോൺ ഒരു ചുറ്റിയിൽ കൊണ്ട് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി അവനെ അവിടെ വെച്ച് കൊന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ക്രൂ കിടക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ അവിടേക്ക് നടന്നു പോവാണ്. അങ്ങനെ രണ്ടുപേരും ശബ്ദം ഉണ്ടാക്കാതെ പതിയെ ആ വീടിനകത്തേക്ക് കയറി റൂമിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ജസ്റ്റിൻ അവിടെ തോക്കുമായിട്ടിരിക്കുന്നു. ഇവരെ കാണുമ്പോഴത്തേക്കും അവൻ ആദ്യം തോക്ക് ചൂണ്ടും, പക്ഷേ പിന്നീട് അവൻ ആ തോക്കെടുത്ത് അവർക്ക് കൊടുക്കാണ്. കാരണം അവൻ അത്രയും കുറ്റബോധമുണ്ട്, അവന്റെ അച്ഛനായാലും അയാൾ മരിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ ആ തോക്ക് കൊടുക്കുന്നതും ജോൺ ആ തോക്ക് വാങ്ങി ലോഡ് ചെയ്യുമ്പോൾ ശബ്ദം കേട്ട് സൈഡി പെട്ടെന്ന് എഴുന്നേൽക്കും. പെട്ടെന്ന് തോക്കെടുത്ത് അവളുടെ ഷോൾഡറിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും ക്രൂഗ് ഇത് കണ്ട് ചാടി എഴുന്നേറ്റ് ഇവരിപ്പോ അങ്ങോട്ട് കേട്ട് ഫൈറ്റ് ചെയ്യാണ്. ഫൈറ്റ് ചെയ്ത് അവസാനം സഡി ഉണ്ടല്ലോ അവൾ ചാടി ജോണിന്റെ മുകളിലേക്ക് കയറി ഇരുന്നിട്ട് അവനെ കൊല്ലാണ്ട് ശ്രമിക്കുന്നു. അങ്ങനെ അവളെ ഇടിച്ച് താഴേക്കിട്ടിട്ട് ഇപ്പൊ നമ്മുടെ ക്രൂഗിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും അവൻ ആ ജനാലയം തകർത്ത് വീടിലേക്ക് ഒരു ഒറ്റ ചാട്ടം. അങ്ങനെ വീടിന് താഴേക്ക് വീഴുമ്പോഴത്തേക്കും ജോൺ അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബുള്ളറ്റ് കൊള്ളാതെ ക്രൂഗ് അവിടെ നിന്നും അവരുടെ വീട്ടിലേക്കാണ് ഓടിക്കയറുന്നത്. ഇവിടെ സഡിയാണെങ്കിലോ അടുത്തുള്ള ബാത്റൂമിലേക്ക് കയറി ഡോർ അടയ്ക്കുന്നതും ഇവര് രണ്ടുപേരും അത് തുറക്കാൻ ശ്രമിക്കുന്നു. അവളാണെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു പൈപ്പെല്ലാം വലിച്ചൊരു ഇവരെ അടിക്കാനായിട്ട് നിൽക്കാണ്. അപ്പോഴാണ് ക്രൂഗ് ഇവരുടെ വീടിനകത്തേക്ക് ഓടിക്കയറുന്നതും അതിനകത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവൻ എല്ലായിടത്തും നടക്കുമ്പോഴത്തേക്കാണ് മാരി ഉണ്ടല്ലോ അവൾ ഇവർ ചികിത്സിച്ചതിന്റെ ആ ഒരു പാടും കാര്യങ്ങളെല്ലാം അവിടെ കാണുന്നു. അപ്പോഴാണ് ക്രൂഗിന് മനസ്സിലാവുന്നത് മാരിയുടെ അച്ഛനും അമ്മയാണ് അവർ രണ്ടുപേരുന്നത്. അതുമല്ല അവിടെ നിന്ന് നടന്നവൻ നേരെ കിച്ചണിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഫ്രാൻസിസ് ഉണ്ടല്ലോ അവൻ മരിച്ചിടക്കുന്ന കാര്യം അവൻ കാണുന്നു. ഇത് കണ്ട് അവൻ പേടിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇവിടെയാണെങ്കിലോ ജോൺ ഇപ്പോൾ ഈ ഡോർ ഇടിച്ച് തുറന്നിട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ സഡി ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു കമ്പി കൊണ്ട് അവനിങ്ങനെ അടിക്കുകയാണ്. അവന് തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. അങ്ങനെ രണ്ടുപേരും അതിനകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്ത അവസാനം ഏമ്മ ആ തോക്ക് കൊണ്ട് അകത്തേക്ക് കയറിയിട്ട് സഡിയുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവളെ അവിടെ വെച്ച് കൊല്ലും. അപ്പൊ ഇനി ബാക്കിയുള്ളത് ക്രൂഗ് മാത്രമാണ്. അങ്ങനെ ക്രൂഗിനെ കൊല്ലാൻ വേണ്ടി ജോൺ ഉണ്ടല്ലോ അവൻ ഈ വീട്ടിൽ നിന്നും അവരുടെ വീട്ടിലേക്ക് ഓടി ഇങ്ങനെ വരും. എന്നിട്ട് അകത്തേക്ക് കയറി നോക്കുമ്പോൾ ക്രൂഗ് ഇപ്പോൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിലുള്ള ആ ഒരു കമ്പിയും വെച്ചിട്ട് ശബ്ദം ഉണ്ടാക്കാതെ ഓരോ റൂമിനടുത്തൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അതേസമയം ഇവിടെ എമ്മയുടെ അടുത്ത് കാണിക്കുമ്പോൾ അവള് ഇവരുടെ ബോട്ടിന്റെ കീ ഉണ്ട് അതിങ്ങനെ നോക്കുന്ന സമയത്താണ് ജസ്റ്റിൻ അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇപ്പൊ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവൾ അവനെ നോക്കി ഇങ്ങനെ നിൽക്കാണ്. ഇവിടെ ജോൺ ഇപ്പോൾ ഈ വീടിനകത്ത് ക്രൂഗിനെ പലയിടങ്ങളിൽ നോക്കിയിട്ട് അവനെ കാണാനില്ല. അപ്പോഴേക്കാണ് കാണിക്കുമ്പോൾ ക്രൂഗ് മുകളിലത്തെ റൂമിൽ നിന്നിട്ട് താഴെ ജോൺ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവനിപ്പോ സംസാരിക്കാണ്. നിങ്ങളുടെ ചെറിയ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ട്?
അവളെ നോക്കാനായിട്ട് ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. അതുകൊണ്ട് നീ അവളുടെ അടുത്തേക്ക് പോണം. അതുമല്ല, എന്റെ മകനാണല്ലേ നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യം ചെയ്തത്. നിങ്ങൾ ആരാണെന്ന് അവൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളെ അവൻ സഹായിക്കുന്നത്. അതുമല്ല, എന്റെ സഹോദരനെ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എടുത്ത് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ എറിയും. അപ്പൊ അത് കേട്ട് നമ്മുടെ ജോൺ അവിടേക്ക് പോകുന്നതാണ്. പക്ഷെ ജോണിന്റെ വീടായതുകൊണ്ട് അവൻ അറിയാലോ എല്ലാ സ്ഥലവും. അങ്ങനെ ജോൺ പതിയെ മുകളിലേക്ക് നടന്നു കയറുമ്പോൾ ക്രൂഗ് ഈ ജനാലയുടെ അടുത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ ആ ലേക്കിൽ ഒരു ബോട്ട് കിടക്കുന്നത് കാണും. ഓ, അപ്പൊ നിങ്ങളുടെ മകളെ ആ ബോട്ടിൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാനായിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതല്ലേ എന്നും പറഞ്ഞ് അവൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇത് കേട്ട് ജോൺ ആണെങ്കിലോ പെട്ടെന്ന് മുകളിലേക്ക് വന്നിട്ട് ആ റൂം തുറന്ന് അടിക്കാനായിട്ട് ഇങ്ങനെ വരുന്നതും അതിനകത്ത് ആരെയും കാണുന്നില്ല. അതുമല്ല, ജനാല തുറന്നിറക്കുന്നത് കൊണ്ട് ഓടി അവിടേക്ക് ചെന്ന് അവനിപ്പോ അതുവഴി രക്ഷപ്പെട്ടു പോയെന്ന് വിചാരിച്ചിട്ട് വെളിയിലേക്ക് നോക്കി എമയെ വിളിക്കാണ്. ആ സമയത്താണ് ക്രൂഗ് അതിനകത്ത് തന്നെ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് വന്ന് നമ്മുടെ ജോണുമായിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഇവര് രണ്ടുപേരും ആ റൂമിനകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യാണ്. അതേ സമയം ഇവിടെ നമ്മുടെ ജസ്റ്റിനെ കാണിക്കുമ്പോൾ അവനിപ്പോ ഒരു ഷെഡിന്റെ അടുത്തേക്ക് ഓടി വരുമ്പോഴത്തേക്കാണ് അവിടെ എമയുണ്ടല്ലോ, അവള് മാരിയെ അവിടെ വെച്ചേക്കാണ്. എന്നിട്ട് ജസ്റ്റിനോട് അവള് ചോദിക്കും, നീ അവരെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവ ഇല്ലാന്ന് പറയും. അതേസമയം വീടിനകത്ത് നമ്മുടെ ജോണും ക്രൂഗും നല്ലതുപോലെ ഫൈറ്റ് ചെയ്തിട്ട് അവസാനം ജോൺ ക്ഷീണിച്ചു. അതുകൊണ്ട് തന്നെ ക്രൂഗാണ് ഇപ്പൊ അവനെ അടിക്കുന്നത്. അത് നല്ലതുപോലെ അടിച്ച് മുകളിൽ നിന്ന് താഴേക്കല്ലേ ഇടുന്നുണ്ട്. അങ്ങനെ ജോണിനെ അടിച്ച് താഴേക്കിട്ടിട്ട് ക്രൂഗ് ഇപ്പൊ താഴേക്ക് ഇറങ്ങി വന്ന് അവന്റെ കയ്യിലുള്ള ആ ഒരു കമ്പി ഉണ്ടല്ലോ അതും എടുത്തു വെച്ച് ക്രൂഗിനെ അടിക്കാണ്. എന്നിട്ട് അവനെ കൊല്ലാനായിട്ട് വരുന്നതും പെട്ടെന്നാണ് പുറകിലൂടെ ജസ്റ്റിൻ ആ തോക്കും കൊണ്ടുവരുന്നത്. എന്നിട്ട് ക്രൂഗിന്റെ കഴുത്തിൽ വെച്ച് അവനെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോൾ ഇപ്പൊ സ്വന്തം അച്ഛനും കൂടിയല്ലേ, അതുകൊണ്ട് അവൻ അതും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ക്രൂഗാണെങ്കിലോ സ്വന്തം മകൻ എന്ന് പോലും നോക്കാതെ അവനെ അടിച്ചിട്ട് ആ കമ്പി വെച്ച് അവന്റെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത് ഇപ്പൊ ജസ്റ്റിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും പുറകിലൂടെ ഏമ വന്ന് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. എന്നിട്ട് അത് അവന്റെ മുഖത്തേക്ക് അടിച്ചു കൊടുക്കുന്നതും അവനിപ്പോ തിരിഞ്ഞു വരുമ്പോ ജോൺ എഴുന്നേറ്റ് ആ ഒരു കമ്പി എടുത്ത് അവനെ അടിച്ചങ്ങ് താഴെക്കിടും. ഇപ്പൊ അവൻ എഴുന്നേൽക്കാൻ കഴിയത്തില്ല, അവന്റെ ബോധം പോയി. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ എല്ലാം പഴയതുപോലെ ആവുന്ന ഒരു അവസ്ഥയായി. എന്നിട്ട് അടുത്ത ദിവസം ജസ്റ്റിൻ, ജോൺ, എമ്മ, മാരി ഇവർ 4 പേരും അവരുടെ ബോട്ടില് അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും ക്രൂഗിന് എന്താ സംഭവിച്ചെന്നല്ലേ, അവനെ ഒരിക്കലും ഇവര് കൊന്നിട്ടില്ല. നമ്മുടെ ജോൺ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവൻ എന്താ ചെയ്യുന്നറിയോ, ക്രൂഗിനെ കൊല്ലാതെ അവനെ നേരെ താഴേക്ക് കൊണ്ടുവന്ന് അവന്റെ ശരീരം അനക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഞരമ്പങ്ങ് കട്ട് ചെയ്ത് വിടും. അതുകൊണ്ട് തന്നെ ക്രൂഗിന് ഇപ്പൊ അനങ്ങാൻ കഴിയത്തില്ല. എന്നിട്ട് അവന്റെ തലയുടെ ഭാഗം ഉണ്ടല്ലോ അത് പൊക്കിയെടുത്ത് വലിയൊരു ഓവനുണ്ട് അതിനുള്ളിലേക്ക് കയറ്റി വെക്കും. എന്നിട്ട് അത് ഓണാക്കി വെച്ചിട്ട് ഇവരവിടെ നിന്ന് പോവാണ്. അപ്പൊ എന്താണ്, അവനിപ്പോ ശരീരം അനക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ചൂടെടുത്ത് അതിനകത്തിരുന്ന് തല വെന്ത് അവസാനം തലയങ്ങ് പൊട്ടിത്തെറിക്കുന്നത്. ക്രൂഗ് അവിടെ വെച്ച് മരിക്കുന്നു. അപ്പോൾ ഇതിലും വലിയൊരു ശിക്ഷ ഇനി അവന് കൊടുക്കാനേ ഇല്ല. അതോടെ ഇവരുടെ ആ ഒരു റിവഞ്ചും അവസാനിച്ചു. ഇവരെല്ലാവരും തിരിച്ചവിടെ നിന്ന് പോകുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.